നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രജകൾ രാജാക്കളായി മാറുന്ന ദിവസം. ഇത് സർവേ ഫലമല്ല, ഇത് ഫലപ്രവചനവുമല്ല, ഇത് പെയ്ഡ് ന്യൂസുമല്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞു നിന്ന ഞങ്ങളുടെ ജില്ലാ പ്രതിനിധികളുടെ വിലയിരുത്തലുകൾ മാത്രമാണിത്. 5 വർഷത്തിലൊരിക്കൽ പൊതുജനം എന്ന കഴുത മഹാരാജാവിൻ്റെ കിരീടം വയ്ക്കുന്ന ദിവസമാണ് വോട്ടെടുപ്പ് ദിവസം. ജനാധിപത്യത്തിൽ അധിപതി ജനങ്ങളാണെങ്കിലും ഇതെല്ലാം വെറും പറച്ചിലുകളായി മാറിയിട്ട് കാലം കുറയായി. എങ്കിലും ജനാധിപത്യം എന്ന വലിയ സങ്കല്പത്തെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും വലിയ മത്സരത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ സ്വമേധയാ മനസ്സിൽ തീരുമാനം എടുത്തും കഴിഞ്ഞു. സ്റ്റേജുകളിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ നടത്തിയ ഘോര പ്രസംഗങ്ങൾ ഒന്നുമല്ല ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. പൊതുജനം ഓരോന്നും കണ്ടും കേട്ടും അനുഭവിച്ചും കഷ്ടിച്ചും ജീവിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണത്തിലെത്തലും ജനങ്ങൾക്ക് പുതിയ കാര്യവുമല്ല. വലിയ പ്രതീക്ഷയോടെ മാറി മാറി പലരെയും അധികാരത്തിലെത്തിച്ചെങ്കിലും അവർ പറഞ്ഞു വെച്ചതിൻ്റെ 10-1 പോലും ജനങ്ങൾക്ക് മുന്നിൽ നടന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കൊടികളുടെ നിറവും അവരുടെ ചിഹ്നവും ഒരാവേശമായി മാറുമ്പോൾ പൊതുജനം അറിയാതെ പോളിംഗ് ബൂത്തിലെത്തി പതിവ് ചിഹ്നത്തിൽ സ്വന്തം വോട്ട് രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞകാല കേരള തെരഞ്ഞെടുപ്പുകളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പച്ചയായ സത്യമുണ്ട്. കേരളത്തിൽ ശക്തിയായി നിലനിൽക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. രണ്ടിനുമിടയിൽ BJPയുടെ മുന്നണിയും ഉണ്ട്. ഈ 3 മുന്നണികളുമായി കൂട്ടുകെട്ടിൽ ചേർന്ന് നിൽക്കുന്നത് നിരവധി പാർട്ടികളുമുണ്ട്. ഈ പാർട്ടിക്കാർ അവരുടെ കക്ഷികൾക്ക് വോട്ട് ചെയ്താൽ ആ പാർട്ടിയോ മുന്നണിയോ അധികാരത്തിൽ വരില്ല എന്ന് പലവട്ടം തെളിഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും ശക്തമായി പാർട്ടിയായി നിൽക്കുന്ന CPM മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ ഭരണത്തിൽ എത്തുകയില്ല. ഇതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും അവസ്ഥ. ഏത് തെരഞ്ഞെടുപ്പിലും വിജയത്തിലേക്ക് വരുന്നത് മറ്റു ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയമായി ഏറ്റവും പ്രബുദ്ധമായ ജനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് വ്യക്തമാക്കുന്ന വാസ്തവങ്ങൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ അധികാരത്തിലേക്ക് കയറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു വിഭാഗം വോട്ടർമാർ കേരളത്തിലുണ്ട്. ഈ വിഭാഗത്തിൽ ഏതാണ്ട് 10% വോട്ടർമാരുണ്ട്. വരുന്ന നിഷ്പക്ഷരായ കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാതെ ജീവിക്കുന്ന ഒരു പറ്റം ജനത. അവർ കൊടിയും അടയാളവും നോക്കി അതിൽ ഭ്രമിച്ച് വോട്ട് ചെയ്യുന്നവരല്ല. തെരഞ്ഞെടുപ്പ് മുന്നിലെത്തുമ്പോൾ തൊട്ടടുത്ത കാലത്തുണ്ടായിട്ടുള്ള ജീവിത അനുഭവങ്ങളെ വിലയിരുത്തി ഏതെങ്കിലും ശരിയെന്ന് തോന്നുന്ന വിഭാഗത്തിന് വോട്ട് ചെയ്യുന്ന രീതിയാണ് ഈ കൂട്ടർ അവലംബിക്കാറുള്ളത്. ഈ 10% വോട്ടർമാരുടെ മനം മാറ്റങ്ങൾക്കനുസരിച്ചാണ് പലപ്പോഴും കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ വരിക എന്നതാണ് വാസ്തവം. അതല്ലായിരുന്നുവെങ്കിൽ പാർട്ടിയുടെയും പ്രവർത്തകരുടെയും അനുഭാവികളുടെയും അണികളുടെയും വോട്ടിൻ്റെ തൂക്കം കൊണ്ട് അധികാരത്തിൽ വരികയായിരുന്നെങ്കിൽ LDF അല്ലെങ്കിൽ UDF മുന്നണികൾ ഭരണ തുടർച്ചയിൽ തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പൊതുവായി കാണുന്ന ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗവും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇല്ല എന്നതാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അധികാരത്തിൽ ഇരിക്കുന്ന സർക്കാരുകളുടെ വിലയിരുത്തൽ ഉണ്ടാവുക പതിവാണ്. ഈ രീതിയിൽ പരിഗണിച്ചാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഗ്രാഫ് വളരെ താഴത്തെ നിലയിലാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളും നടപടികളും കേരളത്തിലെ അടക്കം ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് എന്നതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകം തന്നെയാണ്. കോൺഗ്രസ് നയിക്കുന്ന UDFന് സംബന്ധിച്ചിടത്തോളം നഷ്ടവുമില്ല ലാഭവുമില്ല എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UDF 20 സീറ്റിൽ 19 സീറ്റും സ്വന്തമാക്കിയിരുന്നു. അന്ന് കോൺഗ്രസിനും UDFനും തുണയായി
ശബരിമല അയ്യപ്പൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ സഹായകരമായ ഒരു ഘടകവുമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടായ UDF തൂത്തുവാരൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. 3-4 സീറ്റുകൾ നഷ്ടപ്പെട്ടാലും കോൺഗ്രസിനും UDFനും എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയ ഞങ്ങളുടെ ജില്ലാ ലേഖകന്മാർ കൈമാറിയ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും ബഹുമാന്യരായ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. തെക്കേ അറ്റമായ തിരുവനന്തപുരം മണ്ഡലത്തിൽ യഥാർത്ഥ ത്രികോണ മത്സരമാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യം രവീന്ദ്രൻ അല്പം മുന്നോട്ട് കുതിച്ചെങ്കിലും രണ്ടാം ഘട്ടമായപ്പോൾ UDF സ്ഥാനാർത്ഥി നിലവിലെ MP ശശി തരൂർ അതിവേഗം മുന്നിലേക്ക് എത്തുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രചരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അവിടെ കന്നി മത്സരത്തിന് ഇറങ്ങിയ BJPയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ടടുത്ത എതിരാളി ശശി തരൂരിന് ഒപ്പമോ അല്പം മുന്നിലോ എത്തി എന്ന വിലയിരുത്തലുകളുമുണ്ട്. ഇതിന് മുന്നോട്ട് വയ്ക്കുന്ന കാരണം വിശ്വസനീയമാണ്. കേരളത്തിൽ 3 മുന്നണികളുടേതായ നിരവധി സ്ഥാനാർത്ഥികൾ മത്സരത്തിലുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥികളിൽ നടത്തിയ പ്രചരണ പ്രവർത്തനത്തെക്കാളും അടുക്കും ചിട്ടയുമുള്ള ശൈലി നടപ്പാക്കിയത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്ര കൃത്യതയും വ്യക്തതയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് മറ്റൊരിടത്തും കണ്ടില്ല എന്ന് ഞങ്ങളുടെ ലേഖകൻ അഭിപ്രായപ്പെടുന്നു. മാത്രവുമല്ല, തിരുവനന്തപുരത്തെ വോട്ടർമാർ എന്ന് പറയുന്നത് 60% ഉദ്യോഗസ്ഥ വിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാസമ്പന്നരും വികസന താല്പര്യമുള്ളവരുമാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന സ്ഥാനാർത്ഥി ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് മുന്നോട്ട് വെച്ച വികസന നിലപാടുകളും വികസന വാഗ്ദാനങ്ങളും ഈ മണ്ഡലത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്ന പരിഹാരം, അതുപോലെ തന്നെ മണ്ഡല പരിധിയിൽ കൊണ്ടുവരുന്ന എയിംസ്, റെയിൽവേ വികസനം തുടങ്ങിയ കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ കൃത്യതയോടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോന്നിലും നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളും അടിയന്തരമായി നടത്തേണ്ട കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രചരണ പരിപാടിയാണ് BJP സ്ഥാനാർത്ഥി നടത്തിയത്. ഈ സാഹചര്യം UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികൾക്കുമേൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് ഉയർത്തി കാണിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഫലപ്രഖ്യാപനം വരുമ്പോൾ ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കുകയും കേരളത്തിൽ ആ പാർട്ടി അക്കൗണ്ട് തുറക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും. മറ്റൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. BJPയുടെ സ്ഥാനാർത്ഥിയായി ചലച്ചിത്ര താരം സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായ സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ K. മുരളീധരനാണ് UDF സ്ഥാനാർത്ഥി. CPIയുടെ സുനിൽകുമാർ ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ്. ഈ 3 സ്ഥാനാർത്ഥികളും ഒരുമിച്ച് ഒരു മണ്ഡലത്തിൽ വന്നതോടുകൂടി കേരളത്തിലെ തീപ്പൊരി പാറുന്ന തെരഞ്ഞെടുപ്പ് മത്സരവേദിയായി തൃശ്ശൂർ മാറി. വളരെ മുൻകൂട്ടി തന്നെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണ രംഗം കൈയടക്കിയെങ്കിലും അതേ വീറും വാശിയുമായി CPI സ്ഥാനാർത്ഥി സുനിൽകുമാറും രംഗത്ത് വന്നു. വടകരയിൽ MP-യായ K. മുരളീധരൻ്റെ തൃശ്ശൂരിലേക്കുള്ള വരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തൃശ്ശൂരിൽ കൊടുമ്പിരി കൊണ്ട മത്സരമാണ് നടക്കുന്നതെങ്കിലും അവിടെ BJP വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞങ്ങളുടെ ലേഖകൻ അഭിപ്രായപ്പെടുന്നത്. CPI നേതാവ് മുൻ മന്ത്രി സുനിൽകുമാർ സ്വന്തമാക്കിയിട്ടുള്ള ജനകീയ സ്വാധീനം ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിക്കും എന്നാണ് അവസാന റൗണ്ടിൽ പറയാൻ കഴിയുന്ന സാധ്യത. കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം എന്ന വിവാദങ്ങളുടെ കേന്ദ്രവുമായി മാറിയ മണ്ഡലമാണ് വടകര. മുൻ മന്ത്രി KK ശൈലജയും പാലക്കാട് MLA ആയ ഷാഫി പറമ്പലും പരസ്പരം മത്സരിക്കുന്ന വടകര ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ അസന്നിധാവസ്ഥയിലാണ്. അവസാന ഘട്ടത്തിലും മത്സരം വലിയ ശക്തമായി തുടരുമ്പോൾ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരേപോലെ തന്നെ വിജയം അവകാശപ്പെടുന്നുമുണ്ട്. എന്നാൽ വടകര എന്ന മണ്ഡലം പൂർണ്ണമായും ഒരു ഇടതുപക്ഷ അനുഭാവികളുടെ മണ്ഡലമാണ്. അപ്രതീക്ഷിതമായി UDF തരംഗം
ഉണ്ടായപ്പോൾ മാത്രമാണ് കഴിഞ്ഞ തവണ മുരളീധരൻ അവിടെ വിജയം കണ്ടെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം എന്ന നിലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശൈലജയുടെ വിജയം അവസാന ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും തട്ടിയെടുത്തത് കോൺഗ്രസിൻ്റെ നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. MP ആയ ശേഷം കൊല്ലം സ്വദേശിയാണെങ്കിലും താമസം കാസർഗോഡ് തന്നെ സ്ഥിരമാക്കി മണ്ഡലത്തിൽ നിറഞ്ഞ സാന്നിധ്യമായി മാറി ഒരു ജനകീയ നേതാവിൻ്റെ പരിവേഷം സ്വന്തമാക്കാൻ കഴിഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണത്തെ വിജയം വീണ്ടും നേടും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണന് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കരുത്തിൻ്റെ ബലം ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആണെങ്കിലും ജയിച്ചു വരികയാണ് സാധ്യത. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് രാഷ്ട്രീയമായ ചർച്ചകളോ വികസന കാര്യങ്ങളോ ഒന്നുമല്ല. തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായത് നിലവിലെ MP ആയ പ്രേമചന്ദ്രൻ്റെ പ്രവർത്തനശൈലിയും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുമാണ് കൂടുതലായി ചർച്ചയിൽ വന്നത്. UDF സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ എതിർക്കുന്നത് നിലവിലെ MLA ആയും ചലച്ചിത്ര താരവുമായ മുകേഷാണ്. പ്രചരണത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഈ മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ ഒരു പടിയെങ്കിലും മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി പ്രേമചന്ദ്രൻ്റെ വിജയം ആവർത്തിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ ലേഖകൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. നിലവിലെ MP അടൂർ പ്രകാശിൻ്റെയും CPMൻ്റെ ജില്ലാ സെക്രട്ടറി MLAയുമായ V ജോയിയും മത്സരരംഗത്തുള്ളത്. ഈ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളെയും നേർക്കുനേർ എതിർത്തുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരനും മുന്നിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് നേടിയെടുത്ത ഈ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയെ തന്നെ ഇറക്കിയത് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന തന്ത്രത്തോടു കൂടി ആയിരുന്നു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നല്ല അഭിപ്രായം നേടിയെടുത്ത മുരളീധരന് വോട്ടിൽ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞാലും വിജയത്തിലേക്ക് എത്തുക എളുപ്പമല്ല എന്നതാണ് വിലയിരുത്തൽ. അവിടെ നിലവിലെ MP എന്ന നിലയിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൃത്യമായി അറിയാവുന്ന ആൾ എന്ന നിലയിലും അടൂർ പ്രകാശ് തുടക്കം മുതൽ തന്നെ എതിരാളികൾക്ക് മുന്നിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ വലിയ വോട്ട് സ്വാധീനമുള്ള ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലും അടൂർ പ്രകാശിന് അനുകൂല സാഹചര്യങ്ങളാണുള്ളത്. മറുവശത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭിമാന പോരാട്ടമാണുള്ളത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പരാജയം ഏറ്റുവാങ്ങുന്ന സ്ഥിതി CPMന് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യവുമല്ല. അതിന് ശക്തമായ പാർട്ടി പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് വിജയസാധ്യത ഉണ്ട് എന്നതാണ് അവസാന ഘട്ടത്തിലെ വിലയിരുത്തൽ. ഐക്യജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലയിൽ ആ പാർട്ടിക്കുള്ള ശക്തിയും സ്വാധീനവും ആർക്കും ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് കേരള ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളായ മലപ്പുറവും പൊന്നാനിയും മുസ്ലിം ലീഗിൻ്റെ ആധിപത്യ മണ്ഡലങ്ങളാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിലും ലീഗിൻ്റെ നേതാക്കളായ അബ്ദുൾ സമദ് സമാധാനിയും ET മുഹമ്മദ് ബഷീറും മത്സരരംഗത്തുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ നേരത്തെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഹംസയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. മണ്ഡലത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന രാഷ്ട്രീയ കണക്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ തഴഞ്ഞുകൊണ്ട് മറ്റൊരാൾ ജയിച്ചു വന്ന അനുഭവം അവിടെയില്ല. അതുകൊണ്ട് തന്നെ പൊന്നാനി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിജയം ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ ലീഗ് സ്ഥാനാർത്ഥിയായ മത്സരിക്കുന്നത് മുൻ മന്ത്രി ET മുഹമ്മദ് ബഷീറാണ്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനമായ കേന്ദ്ര മലപ്പുറം മണ്ഡലത്തിൽ ലീഗ് എന്ന പാർട്ടിയെ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല എന്നത് ഇടതുമുന്നണിക്ക് പോലും തിരിച്ചറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലും മലപ്പുറം മണ്ഡലത്തിൽ ലീഗ് തന്നെ വിജയക്കൊടി പാറിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ അവസാന നാളിൽ വരെ ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ആളാണ് സുധാകരൻ. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട്
ഒടുവിൽ മത്സരത്തിന് ഇറങ്ങുകയാണ് സുധാകരൻ ചെയ്തത്. ഇവിടെ സുധാകരനെ എതിർക്കുന്നത് CPM ജില്ലാ സെക്രട്ടറി MB ജയരാജനാണ്. സുധാകരൻ എന്ന UDF സ്ഥാനാർത്ഥിയെ വലിയ തോതിൽ ഉൾക്കൊണ്ടിരുന്ന കണ്ണൂരിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റത്തിന് തയ്യാറായേക്കും എന്ന വിലയിരുത്തലുകൾ അവിടെയുണ്ട്. സുധാകരൻ എന്ന സ്ഥാനാർത്ഥിയുടെ അനാരോഗ്യവും തെരഞ്ഞെടുപ്പിലില്ല എന്ന് നേരത്തെ പറഞ്ഞതും എല്ലാ മണ്ഡലങ്ങളിലും UDF അനുകൂല വോട്ടർമാരിൽ തന്നെ മടുപ്പുണ്ടാക്കിയിട്ടുമുണ്ട്. കടുത്ത മത്സരം കാഴ്ചവെക്കുവാൻ UDFനും LDFനും കഴിഞ്ഞ ഈ മണ്ഡലത്തിൽ അവസാന റൗണ്ടിൽ പ്രചരണം എത്തിയപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും CPM സ്ഥാനാർത്ഥി MB ജയരാജൻ വിജയിക്കും എന്ന വിലയിരുത്തലാണ് അവിടെയുള്ളത്. നന്ദി.